മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ തർക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള പ്രത്യേക മുഷാവറ യോഗം ഈ മാസം 7-ന് ചേരും. സംഘടനയുടെ സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ചർച്ചയാകും. ലീഗ് അനുകൂലികൾ രൂപീകരിച്ച സുന്നി ആദർശ സംരക്ഷണ സമിതിക്കെതിരായ പരാതിയിലും യോഗത്തിൽ ചർച്ച ചെയ്യും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KM ഉണ്ട്. റിയാസ്, സമസ്തയിലെ ആഭ്യന്തര തർക്കം ചർച്ച ചെയ്യാനാണ് പ്രത്യേക മുഷാവറ യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് ഈ യോഗത്തിലെ അജണ്ടകൾ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഗുഡ് മോർണിംഗ്. ഈ സമസ്തയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായിട്ട് ഏതാനും നാളുകളായി. അതിനിടെ കഴിഞ്ഞ തവണ ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ നിന്നും ഉമ്മർ ഫൈസി മുക്കം, സമസ്ത സെക്രട്ടറി കൂടിയായിട്ടുള്ള കേന്ദ്ര മുഷാവറ അംഗം ഉമ്മർ ഫൈസി മുക്കം അവിടെ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ, അദ്ദേഹത്തിനെതിരായ പരാതി ചർച്ച ചെയ്യുമ്പോൾ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവിടെ നിന്ന് മാറാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രകോപനപരമായ പ്രസ്താവനയുണ്ട്. അതേ തുടർന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ തന്നെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കൂടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനായി, പൂർണ്ണമായും തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമായി ഒരു പ്രത്യേക മുഷാവറ യോഗം സമസ്ത നേതൃത്വം വിളിക്കുന്നത്. അത് ഈ മാസം 7-നാണ്. കോഴിക്കോടായിരിക്കും ആ യോഗം എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ മാസം 7-ന് ആ യോഗം ചേരുമ്പോൾ അതിന് ചോദിച്ചതുപോലെ അജണ്ടകളിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ഉമ്മർ ഫൈസി മുക്കം ഒക്ടോബർ 27-ന് മലപ്പുറം എടവണ്ണപ്പാറയിൽ നടത്തിയ വിവാദ പ്രസംഗമടക്കമുള്ള കാര്യങ്ങൾ, തുടർച്ചയായി നടത്തുന്ന ലീഗ് വിരുദ്ധ പരാമർശം, അതുണ്ടാക്കുന്ന പരസ്പരം ലീഗ് സമസ്ത തർക്കം, ആ ലീഗ് സമസ്ത തർക്കം ഒടുവിൽ സമസ്തയിലെ തന്നെ ആഭ്യന്തര തർക്കമായി മാറിയ സാഹചര്യം, ഇതൊക്കെ ചർച്ചയ്ക്ക് വിഷയമാകും. മറ്റൊന്ന് ഈ സുന്നി ആദർശ സംരക്ഷണ സമിതിയാണ്. ഈ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ, സമസ്തയ്ക്ക് അകത്ത് ഉള്ള ആളുകൾ, അവർ പുറത്ത് ഉമ്മർ ഫൈസി മുക്കം അടക്കം അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പുറത്ത് ലീഗിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായ പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, അത് ലീഗ് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അടക്കം പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിനെ നേരത്തെ ഈ സമസ്ത അനുകൂലികളായിരുന്ന ആളുകൾ എതിർത്തിരുന്നത് സമസ്തയുടെ വേദികളിൽ മാത്രമായിരുന്നു. അതിനപ്പുറത്ത് അതിനെ പരസ്യമായി തന്നെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മ അവർ രൂപീകരിച്ചിരുന്നു. ഈ കൂട്ടായ്മ രൂപീകരിച്ച കാര്യത്തിനെതിരെയും പരാതി പോയിട്ടുണ്ട്. ഉമർ ഫൈസി മുക്കത്തിനെതിരെ ലീഗ് അനുകൂലികളുടെ പരാതി അവിടെ നിലനിൽക്കുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ഉമർ ഫൈസി മുക്കം നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനയുണ്ട്. അത് പരാതി അല്ലാതെ തന്നെ നിലനിൽക്കുന്നു. അതിനെതിരെയുള്ള പരാതിയും നിലനിൽക്കുന്നു. അത് ചർച്ച ചെയ്യും. മറ്റൊന്ന്, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ സുന്നി ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ച് പരസ്യമായ ഒരു വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകിയെന്ന ലീഗ് വിരുദ്ധരുടെ പരാതിയുമുണ്ട്. അതും ഇതിൽ ചർച്ച ചെയ്യും. അതായിരിക്കും ഈ പ്രധാനപ്പെട്ട അജണ്ടയായി ഈ മാസം 7-ന്റെ മുഷാവറ യോഗത്തിൽ വരിക. ശരി റിയാസ്.